ഇത് ലാഭമാണോ? ഒരു ലാഭമില്ലെന്ന്, വെറും നഷ്ടമില്ല. കുറച്ച് കാലം കൊണ്ട് മീനിൻ്റെ കുളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രമേ മീനുകൾ ഇതിനകത്ത് കിടക്കുള്ളൂ. ഇത്രയും പായൽ നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ ഓക്സിജൻ അളവ് കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ തീരുമാനിച്ചേക്കാണ്. കുറച്ച് വലിയ മീനുകളുണ്ട് ഇതിനകത്ത്. ഒന്നാമത്തെ ഒരു പച്ചത്തവള കിട്ടിയിട്ടുണ്ട്. പച്ചത്തവള നമ്മുടെ കുളത്തിൽ നിന്ന് കിട്ടിയതാട്ടോ. ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്യാറായി. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഈ കുളം ഒന്ന് വൃത്തിയാക്കണം. കാരണം ഈ കുളം എനിക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് സംഭാവനകളും ചെയ്തതാണ് എൻ്റെ ജീവിതത്തിൽ. വെള്ളരിക്കാപട്ടണം സിനിമ ചെയ്യുന്ന കാലത്ത് ചെയ്ത അവസാന കാലമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ തീർത്തും സാമ്പത്തികമില്ല. തീർത്തും എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു സെൻസറിൻ്റെ ആവശ്യങ്ങൾക്കായാലോ അല്ലെങ്കിൽ ഒരു കമ്പനിൻ്റെ ആവശ്യങ്ങളായാലോ കൊടുക്കാൻ പൈസ ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ മീൻകുളത്തിൽ മീനുകളുണ്ടെന്നും അത് വിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് എന്നെ അറിയാവുന്ന, എൻ്റെ ഉള്ളിലെ ആ നന്മ അറിയാവുന്ന, ഞാൻ എന്തിനാണത് ചെയ്യുന്നതെന്നുള്ള അറിയാവുന്ന ഒരുപാട് പേര്, പ്രത്യേകിച്ചും ഇവിടെ അടുത്തൊരു ഷാഫി ഡോക്ടറുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ 100 കിലോ കണക്ക് 100 കിലോ 150 കിലോ ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം വാങ്ങിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സാമ്പത്തികം എനിക്ക് നേടിത്തന്നത് ഈ കുളമായിരുന്നു. ഈ കുളത്തിൽ അന്ന് തിലോപ്പി, വാള, നട്ടർ, കാർപ്പ്, കോഴിക്കാർപ്പല്ല ഗ്രാസ് കാർപ്പ്, അങ്ങനെ ഒരുപാട് തരം മീനുകൾ ഇതിനകത്തുണ്ടായിരുന്നു. 2023 ഒരു വരൾച്ച ഉണ്ടായി. അതുവരെ ഇല്ലാത്ത ഒരു വരൾച്ച ആ വർഷം ഉണ്ടായി. ഈ കുളം ഫുള്ള് വറ്റുന്ന ഒരവസ്ഥയെത്തി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മീനുകളെ മാത്രം റെസ്ക്യൂ ചെയ്ത് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു കുളമുണ്ട്, ആ കുളത്തിലേക്ക് കൊണ്ടുവന്നിട്ടു. തിലോപ്പിക്കൊക്കെ ഏറ്റവും ശുദ്ധമായ ജലം വേണം. അപ്പോൾ തിലോപ്പിയൊക്കെ 800 ഗ്രാമൊക്കെ വരുന്നത്, 800 ഗ്രാം എന്ന് പറഞ്ഞാൽ തിലോപ്പിയുടെയൊക്കെ അങ്ങ് അറ്റമാണ്. അത്രയൊക്കെ ഉള്ള തിലോപ്പികൾ വരെ ഇവിടെ ചത്തു തീർന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി. അങ്ങനെ ഞാൻ കുറേ ആയിട്ട് നിർത്തിയതായിരുന്നു. പക്ഷേ കുറേ കാലം ഇങ്ങനെ കിടക്കുന്ന കണ്ടുകൊണ്ട് പിന്നെയും ഇങ്ങനെ കിടക്കാൻ അനുവദിക്കുന്നില്ല, മനസ്സനുവദിക്കുന്നില്ല ഇങ്ങനെ കിടത്താനായിട്ട്. മീനുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയാൽ ഏറെക്കുറെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് മീൻ പൊങ്ങുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അപ്പുറത്തെ ഓടയിൽ നിന്ന് വെള്ളം വരുന്ന വഴി. ഇതാണ്. ഇതല്ല, എനിക്കൊന്ന് അവിടെ എന്തൊക്കെയോ പായൽ മുങ്ങി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാകേണ്ടതാണ്. ഇത് കണ്ടില്ലേ, സൈഡിലത്തെ മാത്രമേ ഉള്ളൂ. ഇനി ഈ കമ്പ് ഇവിടെ നാട്ടിയത് നമ്മുടെ ട്യൂഷനിലുള്ള കുറച്ച് കുട്ടികളാണ്. ഈ കമ്പ് നാട്ടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അന്ന് ഇട്ടിരുന്നു. അത് പക്ഷേ ഒരു വലിയ പ്രയോജനമായി. കാരണം ഈ വലകളെല്ലാം പന്നലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നല്ലൊരു താങ്ങ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ കണ്ടോ അതിനിടയ്ക്ക് ഇവിടെ ഒരു കയറ് പോകുന്നുണ്ട്. ആ കയറിൻ്റെ അവിടെ ഒരു നല്ല താങ്ങ് കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം കുറച്ച് വേസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടും, സിനിമയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഇടും, ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിടും, പലതും ചെയ്യും. ഇതെല്ലാം തന്നെ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബിൽ വെള്ളരിക്കാപട്ടണം എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ഫോളോ ചെയ്യുക. എല്ലാവരും കമൻറ്റുകൾ ഇടുക. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അടുത്തൊരു വീഡിയോയോട് കൂടി നമുക്ക് വീണ്ടും കാണാം.